സുശാന്ത് സർ, എല്ലാ മേഖലയിലേക്കും ഇന്ത്യ പാക് യുദ്ധം വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഏഷ്യ കപ്പ് മത്സരത്തിന് ശേഷം കണ്ടത്. മത്സരശേഷം പാക് മന്ത്രിയായിരുന്നു ഏഷ്യ കപ്പ് നൽകേണ്ടിയിരുന്നത്. പക്ഷേ ഇന്ത്യൻ താരങ്ങൾ അത് റിജക്ട് ചെയ്യുകയായിരുന്നു. ശേഷം പാകിസ്ഥാൻ താരങ്ങൾ മത്സരശേഷം ഇന്ത്യയുടെ വിജയത്തിന് ശേഷം വളരെ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ഒരുപാട് നാടകീയ രംഗങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം ഏഷ്യ കപ്പ് ദുബായ് മൈതാനം അതിന് സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ യുദ്ധം എല്ലാ രീതിയിലേക്കും വ്യാപിക്കുന്നു. അതിനുശേഷം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ കളിക്കളത്തിലും എന്നാണ്. അപ്പോൾ ക്രിക്കറ്റിലേക്കും യുദ്ധം വ്യാപിക്കുന്ന ഒരു കാഴ്ചയല്ലേ? തീർച്ചയായിട്ടും ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ദുബായിൽ നടക്കുന്ന ഒരു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മത്സരം. മത്സരത്തിന് ശേഷം ഒരുപക്ഷെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമൊന്നുമല്ല പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ മന്ത്രി യുവായി വന്ന് ഈ സാധനം കൊടുക്കുക, അല്ലെങ്കിൽ കപ്പ് കൊടുക്കുക. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനകത്ത് വളരെ കൃത്യമായിട്ട് അവർ പ്ലാൻ ചെയ്തിരുന്നു. ഒരുപക്ഷെ അതിനകത്ത് ജയിക്കുകയാണെങ്കിൽ സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി പാകിസ്ഥാനെ നിയോഗിച്ചിരിക്കുന്നു ഈ ദുബായ് പോലെയുള്ള, അല്ലെങ്കിൽ ദുബായ് ഭരണാധികാരികൾ, അല്ലെങ്കിൽ ദുബായ് എന്ന് പറയുന്ന രാജ്യം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് നമ്മളോട് സ്നേഹമോ സന്തോഷമോ കാര്യങ്ങളൊക്കെ പക്ഷെ ഇവരെല്ലാം കൂടെ ഒരു കൂട്ടായ്മയുണ്ട്. ഇന്ത്യയുടെ ഡെവലപ്മെന്റ്സിനെ, അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾക്ക് അറിഞ്ഞും അറിയാതെയും, അല്ലെങ്കിൽ പുറമേ നിന്നിട്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നതിലും ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിനെല്ലാം ഉള്ള ഒരു സഹായം അത് ദുബായ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ അപ്പം ഇതിന് ഈ പറയുന്ന ഇവിടെ നിന്നുള്ള നമ്മൾ നേരത്തെ ഇപ്പം ഇതിനകത്ത് സമ്മാനം മേടിക്കുന്നതിനകത്തും, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മത്സരത്തിനകത്ത് ഒരുപക്ഷെ മത്സരം ജയിച്ചതിന് ശേഷം നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കാതെ പോയത് നമ്മുടെ ആൾക്കാരുടെ ഒരു വികാരമാണ്. മത്സരിക്കേണ്ടി വരുന്നു എന്ന് രാജ്യത്തിനകത്ത് മൊത്തത്തിലുള്ള ഈ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഒക്കെ തീരുമാനം. അപ്പൊ അതിനകത്തൊന്നും വ്യതിചലിക്കാൻ പറ്റാത്തതുകൊണ്ട് മത്സരിക്കുന്നു. അതിനുശേഷം അവര് ആ രാജ്യത്തോട് ഇപ്പൊ ഒരു കളിക്കാർ തമ്മിൽ മാനസിക ഐക്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രശ്നമില്ലായിരിക്കാം. ഇനി അല്ലെങ്കിൽ അവർ തമ്മിൽ പോലും മാനസിക വൈരാഗ്യം ഉണ്ടോ എന്നുള്ളതിനെ പറ്റി നമുക്കറിയത്തില്ല, വ്യക്തതയില്ലെങ്കിൽ ആ രാജ്യത്തോട് യാതൊരു രീതിയിലും കൂറു പുലർത്തുന്ന ഒരവസ്ഥയില്ല. അതാണ് ഗ്രൗണ്ടിൽ കാണിച്ചത് ഇന്നലെ. അപ്പം അങ്ങനെ കൂറു പുലർത്താത്ത ഒരു രാജ്യത്തിന് സമ്മാനം കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചാൽ മതി സമ്മാനം, അല്ലെങ്കിൽ ഇവരെ കൊണ്ടേ സമ്മാനം കൊടുപ്പിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സമീപനമാണ് ദുബായിയുടെ ഭാഗത്തു നിന്ന്. അതുകൊണ്ട് തന്നെയാണ് കപ്പ് വേണ്ട, എന്നിട്ട് ആ കപ്പ് കൊണ്ടുവന്ന് ഇത്തരത്തിലൊരു ഏഷ്യ കപ്പ് എന്ന് പറയുന്ന കപ്പ് കൊണ്ടുവന്ന് ഈ പറയുന്ന മന്ത്രിയുടെ വീട്ടിനകത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റൂമിനകത്തോ ഒക്കെ വെച്ചേക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ലോകം ചർച്ച ചെയ്യട്ടെ. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഗ്രൗണ്ടിലും സിന്ദൂർ ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പം ഇതിനകത്ത് നേരത്തെ നമ്മുടെ ഇതിനകത്ത് വളരെ കൂടുതൽ സന്തോഷിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിനകത്ത്. നമുക്ക് നേരത്തെ ഒരു കഥ അറിയാമല്ലോ, ഈ കേരളത്തിനകത്ത് സിന്ദൂർ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ സംസാരിച്ച ആ ഒരു ക്രിക്കറ്റ് താരം ഉണ്ടായിരുന്നു. അവന്റെ പേരെന്തോ അഫ്രീദിയാണ്. അയാളെ ഷാഹിദ് അഫ്രീദി. അയാളെ വിളിച്ച് മാത്രം ഒരു അസോസിയേഷന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യിക്കുന്നതിനും കെട്ടിപ്പിടിക്കുന്നതിനും, അല്ലെങ്കിൽ അത്തരത്തിൽ ഞങ്ങളുടെ ഒരു ഇയാള് പറഞ്ഞ ഇന്ത്യക്കെതിരെ പറഞ്ഞതിനകത്ത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആണെന്ന് പറയാതെ പറയുന്ന ഒരു കേരള അല്ലെങ്കിൽ പ്രവാസി അസോസിയേഷനെയൊക്കെ നമ്മൾ കണ്ടത് വലിയ ചർച്ചയായിട്ട് വന്നതാണ്. അപ്പം പാകിസ്ഥാൻ ഈ തോക്കുന്നതിനകത്ത് വളരെ വലിയ വലിപ്പത്തിൽ വേദനിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ഇന്ത്യയാണ്. ഒരുപക്ഷെ ഇതിനകത്ത് നമ്മൾ നേരത്തെ ഇതുപോലെ പല ആൾക്കാരും ഇവിടെ പടക്കം പൊട്ടിക്കുകയും അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുകയും, മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ അറിയാമല്ലോ, ഒരുത്തിനെ പിടിച്ചു, പാകിസ്ഥാൻ തോറ്റപ്പോ പടക്കമെറിഞ്ഞ് അവനെ പിടിച്ചു നോക്കിയപ്പോ അവൻ അഫ്ഗാനിസ്ഥാൻകാരനാണ്. ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യക്ക് എതിരെ വിധ്വംസ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ ഇവിടെ തന്നെ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുന്നു, ജയ് വിളിക്കുന്നു, അത്തരത്തിലേക്കുള്ള കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ഇപ്പം ഈ അവസരത്തിൽ ഇത്തരത്തിൽ ഒരു നീക്കം, അതായത് ഈ പറയുന്ന പാകിസ്ഥാന് അനുകൂലമായിട്ട് ഒരു പക്ഷേ ദുബായ് ഗവൺമെന്റ് പോലും നിന്നു കൊടുക്കുന്ന ഒരു അവസ്ഥയും ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം നടത്തുന്നതായിട്ടാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നത്. അതായത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ആഭ്യന്തര ശത്രുക്കൾ ഇന്ത്യക്ക് പുറത്തു നിന്നുണ്ട്. കാരണം ഇന്ത്യയുടെ പുരോഗതി അല്ലെങ്കിൽ ഇന്ത്യയുടെ മുന്നോട്ടുള്ള നീക്കം, എല്ലാ മേഖലയിലുമുള്ള ഒരു വിജയം അത് ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ ഈ പറയുന്ന മറ്റു പല രാജ്യങ്ങൾക്കും സാധിക്കുന്നില്ല. പക്ഷെ നമ്മളുമായിട്ട് ചില കരാറുകളും അല്ലെങ്കിൽ ചില ബന്ധങ്ങളും മറ്റു ചില കാര്യങ്ങളും ഒക്കെ പ്രത്യക്ഷത്തിൽ നടത്തിപ്പോകുന്നതിന് വേണ്ടി ഈ രാജ്യങ്ങൾ തയ്യാറാവുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് കൂടിയാലോചിച്ചും അല്ലെങ്കിൽ കൂടിച്ചേർന്നും പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇന്ന് മറ്റു പല രാജ്യങ്ങൾക്കും ഉള്ളത്. കാരണം നമ്മുടെ പുരോഗതി അത്ര വലിപ്പത്തിലേക്ക് പോകുന്നുണ്ട്. അതായത് പിന്നെ വിപണി, പല രാജ്യങ്ങൾക്കും കയറ്റുമതി ഇറക്കുമതി
സംവിധാനങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഇന്ത്യയെ ആശ്രയിക്കണം. അത് ലോകത്തെ ഏറ്റവും വലിയ ഒരു വിപണിയായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു 140 കോടി ജനത്തിനകത്ത് ഏറ്റവും വലിയ വാങ്ങൽ ശേഷിയുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യയുമായിട്ട് കരാറുകളും അല്ലെങ്കിൽ ബന്ധങ്ങളും കയറ്റി ഇറക്കുമതിയും അത് പല 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 സാധനങ്ങളുടെ രൂപത്തിൽ ഉണ്ടായാൽ മാത്രമേ നിലനിൽക്കുള്ളൂ. പക്ഷെ ഇന്ത്യയുടെ തകർച്ച ഇവരെല്ലാം ആഗ്രഹിക്കുന്നു. അതിന് പ്രധാന ഉദാഹരണമാണ് ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് അവിടെ ഉണ്ടായിരുന്നു, ഡൊണാൾഡ് ട്രംപ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു സമ്മാനം കൊടുത്തോട്ടെ എന്ന് വിചാരിക്കുന്നതിനകത്ത് തെറ്റൊന്നുമല്ല. ഇപ്പം ലോകത്തിലെ ഏറ്റവും അംഗീകാരമുള്ള ഒരു രാജ്യമാണ് ഈ പറയുന്ന പാകിസ്ഥാൻ എങ്കിൽ അവിടുത്തെ ഒരു ഭരണാധികാരി ഇന്നിപ്പോ അത് കൊടുക്കുന്നതിനകത്ത് കുഴപ്പമില്ല, കളിക്കാർക്കും അതൊരു ആദരവാണ്. ഇപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നതും ലോകത്ത് ഏറ്റവും അവജ്ഞയോടുകൂടി ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിട്ടുള്ള പാകിസ്ഥാന്റെ മന്ത്രിയെ കൊണ്ടുവച്ച്, പാകിസ്ഥാനിൽ വെച്ചാങ്കിൽ ഓക്കെ, പാകിസ്ഥാന്റെ മന്ത്രി കൊടുക്കും. ദുബായിൽ വെച്ച് അത് കൊടുക്കുന്നതിന് വേണ്ടി ദുബായ് സംവിധാനം തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് ഇന്ത്യക്ക് ഇട്ട് ജയിച്ചെങ്കിലും ഇവന് കിട്ടൊരു പണി അല്ലെങ്കിൽ ഇവനിട്ടൊരു അടി എന്നുള്ള രീതിയിലേക്കാണ് നമുക്ക് അത് വിചാരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ധീരരായിട്ടുള്ള കളിക്കാർ ഈ ജയിച്ചു, ഞങ്ങൾ അത് ലോകം കണ്ടു, ഇനി നിന്റെയൊക്കെ ട്രോഫി ഞങ്ങൾക്ക് ഇല്ലേലും കുഴപ്പമില്ല, ട്രോഫി ഞങ്ങൾക്ക് ഇല്ലേലും കുഴപ്പമില്ല, പക്ഷെ ഇവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് അതിനെക്കാട്ടിൽ ക്ഷീണമാണ്. അത്തരത്തിൽ അഭിമാനമുള്ള ആൾക്കാരാണ് ഇന്ത്യക്കാർ, അല്ലെങ്കിൽ അത്തരത്തിൽ ഞങ്ങൾ വെറുപ്പോടുകൂടി തന്നെയാണ് ഈ പറയുന്ന പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ളവരെ കാണുന്നത് എന്നുള്ളതിനുള്ള ഒരു താക്കീതും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ രാജ്യസ്നേഹികളായിട്ടുള്ള ഇന്ത്യക്കാരെയുമാണ് നമുക്ക് ഇന്ന് ഈ വാർത്തയിൽ നിന്നും അല്ലെങ്കിൽ ഈ വിഷയത്തിനകത്തുള്ള പ്രതികരണത്തിൽ നിന്നും മനസ്സിലാവുന്നത്. ഏതായാലും ഇന്ത്യക്കെതിരെ നീങ്ങാൻ എല്ലാവരും ഒരുങ്ങുന്നു അല്ലെങ്കിൽ കരുതിയിരിക്കുന്നു. അവസരം കിട്ടിയാൽ ഇന്ത്യ ഇല്ലായ്മ ചെയ്യാൻ എന്ന് വേണം ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാം. എന്തായാലും പാകിസ്ഥാൻ മന്ത്രി മൊഹ്സിൻ നഖ്വിയുടെ കയ്യിൽ നിന്നും ഏഷ്യ കപ്പ് സ്വീകരിക്കില്ല എന്ന ഉറച്ച നിലപാടിലായിരുന്നു കഴിഞ്ഞ രാത്രി ടീം ഇന്ത്യ. എന്തായാലും കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാന് ഇന്ത്യ നൽകിയത്. ഏഷ്യ കപ്പിൽ 3 മത്സരങ്ങളിലാണ് പാകിസ്ഥാന് തിരിച്ചടി ലഭിച്ചത്, പരാജയമുണ്ടായിരിക്കുന്നത്. അതിന്റെ എല്ലാ ഫ്രസ്ട്രേഷനും പാകിസ്ഥാൻ ഗ്രൗണ്ടിൽ തീർക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എന്തായാലും ഏഷ്യ കപ്പിൽ ഇന്ത്യ വിജയിച്ചിരിക്കുന്നു. ഇന്ത്യ കടുത്ത നിലപാടാണ് രാജ്യത്തിനൊപ്പം ഇന്ത്യ സ്വീകരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഓപ്പറേഷൻ സിന്ദൂർ കളിക്കളത്തിൽ എന്നാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. പ്രശാന്ത് സാർ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലേക്കും യുദ്ധം വ്യാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇന്ത്യക്കകത്തു നിന്നായാൽ പോലും പാകിസ്ഥാൻ അനുകൂലമായ ചില നിലപാടുകൾ എടുത്തവർക്കുള്ള മറുപടി കൂടിയാണ് ഏഷ്യ കപ്പിലെ ഇന്ത്യൻ വിജയം എന്ന് പറയാനും സാധിക്കും. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ.